കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായി ഓൺലൈനിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളുണ്ടല്ലോ, അവയിലെല്ലാം വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ പ്രേക്ഷകർ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. ദൃശ്യമാധ്യമങ്ങളിൽ അത് അത്രത്തോളം പ്രകടമായി കാണുവാൻ സാധിച്ചിരുന്നില്ല. ഓൺലൈൻ പേജുകളിൽ അവ പ്രകടമായിരുന്നു. എന്തായിരുന്നു ആഹ്ലാദ പ്രകടനമെന്ന് ഒന്ന് സൂചിപ്പിക്കാം, അറിയാത്തവർക്ക് വേണ്ടി, ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അടിസ്ഥാനപരമായിട്ട് സംഭവത്തിൻ്റെ ഒരു രത്നചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ചീത്ത വിളിച്ചു. അതായത് തന്നെ എല്ലാവർക്കും വെറുപ്പാണ്, ഞാൻ കാരണമാണ് താനിപ്പോഴും ജയിലിൽ പോകാതെ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് വളരെ രൂക്ഷമായി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു. അതേ തുടർന്ന് ലെബനനിൽ ബെയ്റൂട്ട് ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു പിന്മാറി. ഹിസ്ബുള്ളക്കാരെ വധിക്കുന്നത് ഇസ്രായേൽ സൈന്യം നിർത്തിവെച്ചു. ബെയ്റൂട്ടിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിഞ്ഞു എന്നുള്ള വാർത്തകൾ വളരെ അത്യാഹ്ലാദപൂർവ്വം ഇവരെല്ലാം പ്രസിദ്ധീകരിച്ചത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം അമേരിക്കയിലുള്ള മാപ്രകളിൽ നിന്നാണ്. അമേരിക്കയിലെ മാപ്രകളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് ലീനിങ് എന്ന് അവരെ സംബന്ധിച്ച് പറയും. ഈ ഇടതുപക്ഷ ചായ്വുള്ള അവിടുത്തെ മാധ്യമങ്ങളിൽ പ്രധാനമായും എഡിറ്റോറിയൽ സ്റ്റാഫിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് 2 വിഭാഗക്കാരാണ്. ഒന്ന്, ഭാരതത്തിൽ വേരുകളുള്ള ഇടത് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ കപട ബുദ്ധിജീവികൾ. 2, പാകിസ്ഥാനിലും ഭാരതത്തിലും വേരുകളുള്ള ജിഹാദികൾ. ഇവരുടെ എല്ലാം സ്വാധീനത്തിൽപ്പെട്ട ചുരുക്കം ചില വെള്ളക്കാരുമുണ്ട്. എഡിറ്റോറിയൽ സ്റ്റാഫിൻ്റെ കാര്യമാണ് പറയുന്നത്. മുതലാളിമാർ വെള്ളക്കാർ തന്നെയായിരിക്കും. ഇനി ഈ എഡിറ്റോറിയൽ സ്റ്റാഫിനും അപ്പുറം ഓപ്പഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഓപ്പോസിറ്റ് ഓഫ് എഡിറ്റോറിയൽ പേജ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് എഡിറ്റോറിയൽ പോസ്റ്റ് എന്ന് പറയും. ഓപ്പോസിറ്റ് ഓഫ് എഡിറ്റോറിയൽ പേജ് തന്നെയാണ് ഓപ്പഡ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം. അതായത് ഈ അതിഥികൾ വന്ന് ആ ലേഖനങ്ങൾ എഴുതി പോകുന്നത്. മീരാ നായരെ പോലെ ജിഹാദി സ്വാധീനത്തിൽ പൂർണ്ണമായിപ്പെട്ട വ്യക്തികളോ അല്ലെങ്കിൽ ജോർജ് ക്ലൂണിയെ പോലുള്ള നടന്മാരോ. ജോർജ് ക്ലൂണിയുടെ ഒരു ഓപ്പട്ട് വളരെ പ്രസിദ്ധമാണ്. കാരണം ജോ ബൈഡൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനാർത്ഥിത്വം തന്നെ തെറിപ്പിച്ചത് ആ ഒരു ഓപ്പഡായിരുന്നു ഈ കഴിഞ്ഞ പ്രസിഡൻ്റ് ഇലക്ഷനിൽ അമേരിക്കയിൽ. അത്തരത്തിലുള്ള ഓപ്പഡുകളുമൊക്കെ എഴുതുന്നവരാണ് ഇത്തരത്തിലൊരു വാർത്ത ചോർന്ന് കിട്ടി എന്നുള്ള രീതിയിൽ പുറത്തുവിട്ടത്. ട്രംപിൻ്റെ സംസാരത്തിൻ്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ കൊടുത്തിരുന്നു. അത് 2 പക്ഷക്കാരുണ്ട്. ഒന്ന്, അവർ വ്യാജമായി നിർമ്മിച്ചൊരു ട്രാൻസ്ക്രിപ്റ്റാണ്. കാരണം പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് അതിനെ സംബന്ധിച്ച് നിഷേധക്കുറിപ്പൊന്നും ഇറക്കിയിട്ടില്ല.